ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. പാത്രത്തിൽ പഞ്ചസാര ഇട്ടിളക്കി ഒരു മഞ്ഞ നിറം വരുന്നത് വരെ ഫ്ലെയിം കൂട്ടി വെക്കണം. മഞ്ഞ നിറമായി കഴിയുമ്പോൾ തീ കുറച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഡാർക്ക് കളറാകുമ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കി വാങ്ങി വെക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കണം, ദേഹത്ത് തെറിക്കരുത്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തത്. അത് 2 ആഴ്ച മുമ്പ് വൈനിനകത്ത് കുതിർത്ത് വെച്ചതാണ്. അതിലൊരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പും നുറുക്കിയത് ചേർക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് വൈനിനകത്ത് കുതിർത്ത് വെക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനി അളവ് കപ്പിന് 1/2 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അരിപ്പയിലിടഞ്ഞ് മാറ്റി വെക്കാം. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആകുന്നതിനാണ് ഇടഞ്ഞു വെക്കുന്നത്. $150 ഗ്രാം ബട്ടറും 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും, നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര, 1/2 ടീസ്പൂൺ വാനില എസൻസും 3 മുട്ടയും ചേർത്ത് അടിച്ചെടുക്കുക. നന്നായിട്ട് മയം വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ 1 ടീസ്പൂൺ മസാല ചേർക്കാം. കറുവപ്പട്ടയും ഗ്രാമ്പൂവും ഏലക്കായും കൂടെ പൊടിച്ചതാണ്. 1 ടീസ്പൂൺ ചേർക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും ചേർത്ത് ഇളഞ്ഞു വെച്ചത് ചേർത്തിളക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. തടിത്തവി കൊണ്ടോ സ്പാച്ചില കൊണ്ടോ ഇളക്കിയാൽ മതി. ഒരു ചെറുനാരങ്ങയുടെ നീരിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ഇതിലൊഴിക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചത് ചേർത്തിളക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെച്ചത് ചേർക്കാം.
കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പർ ഇട്ട് കേക്ക് മിക്സ് ഒഴിച്ച് മുകളിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് 180 ഡിഗ്രിയിൽ 55 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. നമ്മൾ എടുക്കുന്ന പാത്രങ്ങളിലൊന്നും വെള്ളമയം ഒട്ടും ഉണ്ടായിരിക്കരുത്. മുട്ടയും ബട്ടറും ഒക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.